മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് പുനരധിവാസമൊരുക്കുന്ന കൽപ്പറ്റ എൽഷൻ എസ്റ്റേറ്റിലെ തൊഴിലാളികളോട് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തു. 70ഓളം കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ എസ്റ്റേറ്റ് മാനേജ്മെന്റ് നോട്ടീസ് അയച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സുർജിത്ത്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ലഭിച്ചത് മിനിഞ്ഞാന്നാണ്. ഇന്ന് കുടിയൊഴിഞ്ഞു പോകണം എന്നുള്ള ആവശ്യമാണ് മാനേജ്മെന്റ് ഇവർക്ക് മുമ്പാകെ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് തൊഴിലാളികളോട് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഒരു തരത്തിലുള്ള തൊഴിൽ ആനുകൂല്യങ്ങളും ഇവർക്ക് നൽകാൻ ഇതുവരെ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. 14 വർഷമായി PF അടയ്ക്കുന്നില്ല, മറ്റ് ആനുകൂല്യങ്ങൾ 3 മാസമായി ശമ്പളം ലഭിക്കുന്നില്ല ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാകാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ കുടിയൊഴിഞ്ഞു പോകണം എന്നുള്ള നോട്ടീസ് ഏകപക്ഷീയമായി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം. മാത്രമല്ല, ഒരു തരത്തിലും ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് ഇവർ പങ്കുവെക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇവിടെ ജനിച്ച് വളർന്നവരാണ്. 10, 40, 50 വർഷം ഞങ്ങൾ ഈ കമ്പീൻ്റെ ചെലവിൽ ഞങ്ങൾ ജനിച്ചവരാണ്. കാരണം പാലും പൈസ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടി ജനിച്ച് ഇവിടെ തൊഴിലാളിയായി ജീവിച്ചു വന്നവരാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ പെട്ടെന്ന് 24 മണിക്കൂർ കൊണ്ട് മൃഗങ്ങളെപ്പോലും നമ്മൾ കാണിക്കാത്ത ഒരു രീതിയിൽ 24 മണിക്കൂർ കൊണ്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമാണോ? ഇത് സർക്കാർ ഇടപെട്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഈ ഭൂമി പുനരധിവാസത്തിന് ഞങ്ങൾ അതിനെതിരല്ല. പക്ഷെ ഞങ്ങളെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. ഈ തൊഴിലാളികളായ ഞങ്ങളെ കൊണ്ട് എന്താണ് കണ്ടിട്ടുള്ളത്? ഞങ്ങൾക്കുള്ള ആനുകൂല്യം 14 വർഷമായിട്ട് PF പോലും അടച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഈ വിഹിതമൊക്കെ കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് പോകാനോ മാറി താമസിക്കാനുള്ള ഞങ്ങൾക്ക് സാമ്പത്തികമുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളോട് പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നേരത്തെ നിരവധി തൊഴിൽ സമരങ്ങൾ നടന്ന ഒരു എസ്റ്റേറ്റ് കൂടിയാണിത്. ബത്ത അടക്കമുള്ള ആനുകൂല്യങ്ങൾ, അതോടൊപ്പം PF അടയ്ക്കുന്നതിനാൽ ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തൊഴിലാളികൾ നിരന്തര സമരം നടത്തിയൊരു സ്ഥലം കൂടിയാണ് അല്ലേ ഇത്? ആണ്. സമരം നിരവധി സമരം നടത്തി അവിടെ. എത്രയോ കാലങ്ങളും സമരം തന്നെ. ഇവിടെ ആകെ ഒരു കൊല്ലത്തിൽ 2 മാസം പണിയെടുക്കും. അത് കഴിഞ്ഞ് അയാൾ പൂട്ടി ഇയാളെ വൈക്ക് പോകും. പിന്നെ ഇവിടെ ഒന്നും നടക്കില്ല. ഞങ്ങൾക്കാണെങ്കിൽ ആർക്കും സർവീസ് ഉണ്ടാവില്ല. ഞങ്ങൾ ഇവിടെ ജനിച്ചു വരുന്ന ആൾക്കാരായതുകൊണ്ട് ഇവിടെ തന്നെ ഞങ്ങളെ പുനരധിവസിക്കണം. ഞങ്ങൾക്കും ഇവിടെ ഒരു സ്ഥലം തന്ന് ഞങ്ങളിവിടെ നിർത്തിക്കോട്ടെ. പിന്നെ ഞങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം എന്തൊരു തീരുമാനം മാനേജ്മെൻറ്റ് ഇതുവരെ നമ്മളോടൊരു എന്താ പറയുക ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല. മാനേജ്മെൻറ്റ് ആരും ചർച്ച നടത്തിയില്ല. ഭരണകൂടങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല ഇതുവരെ. ഇപ്പോൾ പെട്ടെന്ന് നോട്ടീസ് തന്നിട്ട് ഒഴിഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ അത് പറയുകയല്ല. അത് പുനരധിവാസത്തിനെതിരല്ല. എതിരല്ല. ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഇന്ന് വരെ ആയിട്ടില്ല. 2 മാസത്തോളമായി ഇവിടെ അളവും തൂക്കുമായിട്ട് നടക്കുന്നു. ഞങ്ങൾക്ക് 3 മാസത്തിന് ഇവിടെ സർവീസിൻ്റെ ചെക്ക് കൊടുത്തിട്ട് 6 കൊല്ലമായിട്ട് കേസ് നടത്തി കൊണ്ടിരിക്കുകയാണ്. 10 വർഷമായി തൊഴിലാളിൻ്റെ ഫ്രോഡ് ഫണ്ട് അടച്ചിട്ട് ഇന്ന് വരെ ആരും അധികാരികളോ ആരും ഇതിനെക്കുറിച്ച് കണ്ടു തുറന്നിട്ടില്ല. ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങളുടെ ഭാവി പരിപാടികൾ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ തന്നെ. ഞായറാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഇവർ യോഗം ചേരുന്നുണ്ടല്ലേ? ഞായറാഴ്ച ഞങ്ങൾ എല്ലാ തൊഴിലാളികളെയും തൊഴിലാളികളുടെ മക്കളെയും അവരുടെ ആശ്രിതരെ എല്ലാവരും വിളിച്ച് യോഗം ചേർന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരു കല്ലിട ചടങ്ങ് നടത്തുമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അനുവദിക്കൂല. ഞങ്ങളെ പ്രശ്നങ്ങൾ തീർത്തിട്ട് അവരെന്ത് വേണമെന്ന് ചെയ്തോട്ടെ. ഞങ്ങൾ തലമുറകളായി ജീവിച്ചു വന്ന മണ്ണിൽ നിന്ന് ഞങ്ങൾ പോകാൻ ഞങ്ങൾ തയ്യാറല്ല. അതിന് ഞങ്ങൾക്കും ആ മണ്ണിന് അവകാശമുണ്ട്. ഞങ്ങൾ അച്ഛൻ്റെ അച്ഛനും ഒക്കെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. ഞങ്ങളും ജോലി ചെയ്യുന്ന അവിടെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ സുപ്രഭാതത്തിൽ നിന്ന് നാട്ടി ഓടിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കുടിയൊഴിപ്പിച്ചിട്ട് വേറെ ആൾക്കാരെ ഇവിടെ എന്താണ് കുടിയിരുത്തുന്നത് നല്ല ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്ന ഞങ്ങൾ ആരും എതിർപ്പില്ല. പക്ഷെ ഞങ്ങളിവിടെ കുടിയിരുത്തണം. കാരണം ഞങ്ങൾ കാലങ്ങളായി വിശ്വസിച്ച് ഞങ്ങൾ അമ്പലങ്ങൾ, പള്ളികൾ, ഞങ്ങൾ ചെറുപ്പം മുതലേ ഇതാക്കി കൊണ്ടുവന്ന എല്ലാ ഇതും ഇവിടെ ഇതൊക്കെ വിട്ടിട്ട് ഞങ്ങൾ പോകണം. ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്? ഒരു ചർച്ചയും മാനേജ്മെന്റ് നടത്തിയിട്ടില്ല, ജില്ലാ ഭരണകൂടം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആക്ഷേപം. അതുകൊണ്ട് തന്നെ കുടിയൊഴിഞ്ഞു പോകില്ല. ഞായറാഴ്ച ഇവിടെ ഒരു യോഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം തുടർ നടപടികൾ, സമരവും ഒപ്പം തന്നെ നിയമ നടപടികളുമായി തൊഴിലാളികൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് പങ്കുവയ്ക്കുന്നത്. താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ടൗൺഷിപ്പ് വരാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്ന 70ഓളം കുടുംബങ്ങളോട് ഒഴിഞ്ഞു പോകാൻ കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത്.